റോമർക്കെഴുതിയ ലേഖനത്തിൻ്റെ 6-ാമത്തെ അധ്യായത്തിൽ നിന്നാണ് നമ്മൾ കേൾക്കുന്നത്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു 5 വർഷമായിട്ട് ഇടതടവില്ലാതെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പദമാണ് പാപസംബന്ധമായി മരിക്കുക, പാപസംബന്ധമായി മരിക്കുക, പാപസംബന്ധമായി മരിക്കുക, പാപസംബന്ധമായി മരിക്കുക എന്നുള്ളത്. പക്ഷേ അതിപ്പോഴും ആൾക്കാർക്ക് അതിന് ആ ഡെപ്തിൽ അതിൻ്റെ അർത്ഥം മനസ്സിലായിട്ടില്ല. അപ്പം ഞാൻ ശ്രമിക്കുന്നത് ആ ആശയത്തെ ഒന്ന് തുറക്കാൻ വേണ്ടിയാണ്. പാപസംബന്ധമായി മരിക്കുക എന്ന ബൈബിൾ പറഞ്ഞിരിക്കുന്ന ആ പദത്തിൻ്റെ ആശയത്തെയാണ് ഒന്ന് തുറക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. സോ എൻ്റെ കൂടെ റോമർക്കെഴുതിയ ലേഖനം 6-ാമത്തെ അധ്യായത്തിലേക്ക് എല്ലാവരും വന്നാട്ടെ. റോമർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യമാണ്. 2-ാമത്തെ വാക്യം എന്താണ്? 2-ാമത്തെ വാക്യത്തിൽ നിങ്ങൾ പാപസംബന്ധമായി മരിക്കണം എന്നല്ല അപ്പോസ്തലൻ പറയുന്നത്. പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെയെന്നാണ് ചോദിക്കുന്നത്. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 6-ാമത്തെ അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു മോനെ. പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത്. അപ്പൊ റോമാലേഖനം എഴുതി 6-ാം അധ്യായം തുടങ്ങിയപ്പോഴേ പറയുന്നത് യു ആർ ഡെഡ് ടു ദ സിൻ, നിങ്ങൾ പാപസംബന്ധമായി മരിച്ചവരാണ് എന്ന് പറഞ്ഞാണ്. അപ്പം എങ്ങനെയാണ് പാപസംബന്ധമായി മരിക്കുന്നത്? അപ്പം ഞാൻ ഇന്ന് കേൾക്കാൻ പോകുന്ന ആശയത്തിന് ഒരു തലക്കെട്ട് കൊടുത്താൽ അതൊരു ചോദ്യമാണ്. ആ ചോദ്യം ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു, എങ്ങനെയാണ് പാപസംബന്ധമായി മരിക്കുന്നത്. കാരണം റോമർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം 7-ാം അധ്യായം ഒക്കെ പഠിച്ചിട്ടുള്ളവർക്കറിയാം, യേശുക്രിസ്തുവിലുള്ള ജയജീവിതം പാപസംബന്ധമായി മരിച്ചവർക്കുള്ളതാണ്. യേശുക്രിസ്തുവിലുള്ള ജയജീവിതം പാപസംബന്ധമായി മരിച്ചവർക്കുള്ളതാണ്. അപ്പം എങ്ങനെയാണ് ഈ പാപസംബന്ധമായി മരിക്കുന്നത്? പാപസംബന്ധമായിട്ട് എങ്ങനെ മരിക്കാൻ കഴിയും? കാരണം ഇവിടെ പറയുന്ന ഓരോ വാക്യങ്ങൾ നിങ്ങൾ നോക്കിക്കേ. റോമർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം നോക്കിക്കേ. നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. അപ്പം ഇനി പാപത്തിന് അടിമപ്പെടാതിരിക്കണമെങ്കിൽ നാം പാപസംബന്ധമായി മരിച്ചവരാണ് എന്ന ബോധ്യത്തിൽ നമ്മൾ നിറയേണ്ടിയിരിക്കുന്നു. അപ്പം എങ്ങനെയാണ് ഈ പാപസംബന്ധമായി മരിക്കുന്നത്? അപ്പം ഇവിടെ റോമർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം തുടങ്ങുമ്പോൾ 3-ാം വാക്യവും കൂടെ ചേർക്കുമ്പം കുറച്ചുകൂടെ ആശയം തുറക്കും. പക്ഷേ അതല്ല അതിൻ്റെ യഥാർത്ഥ ആശയം. എന്നാലും ആ തെറ്റിദ്ധാരണയൊന്ന് മാറാൻ വേണ്ടി 3-ാമത്തെ വാക്യം കൂടെ ഞാനൊന്ന് ക്ലബ് ചെയ്യാം. റോമർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം. യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അപ്പം യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റപ്പോൾ വാസ്തവത്തിൽ നമ്മെ സംഭവിച്ചത് യേശുവിന്റെ മരണത്തിൽ പങ്കാളിയാവുക ചെയ്തത്, അല്ലാതെ പാപസംബന്ധമായി മരിക്കുകയല്ല ചെയ്തത്. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം. യേശുവിന്റെ മരണത്തിൽ പങ്കാളിയായി തീരുകയാണ് സ്നാനത്തിലൂടെ സംഭവിച്ചത്. എന്നാൽ പാപസംബന്ധമായി മരിക്കുക എന്നത് അവിടെ വിശദീകരിച്ചിരിക്കുന്ന ആ ഭാഗമല്ല. ഞാൻ ഈ 6-ാം അധ്യായം ഒന്നുകൂടെ ഒന്ന് തുറക്കാം. ദയവായിട്ട് നിങ്ങളെ വാക്യങ്ങൾ തുടങ്ങിക്കണം. ആകയാൽ നാം എന്തു പറയണ്ടു? കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുന്നു, ഒരു നാളും അരുത്. പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? അല്ല, യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നാം അവൻ്റെ മരണത്തിൽ പങ്കാളികളായി തീരുവാൻ സ്നാനമേറ്റിരിക്കുന്നെന്ന് നാം അറിയുന്നില്ലയോ? അങ്ങനെ അവൻ്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിൻ്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റ പോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടത്. അപ്പം സ്നാനമേറ്റപ്പോൾ സംഭവിച്ചത് എന്താണ്? പാപസംബന്ധമായി മരിച്ച വ്യക്തിയെ കുഴിച്ചിടുകയാണ് ചെയ്തത്. അങ്ങനെയാണ് റോമർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായത്തിന് 4-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. പാപസംബന്ധമായി മരിച്ചവരെ കുഴിച്ചിടപ്പെടുകയാണ് സ്നാനത്തിലൂടെ സംഭവിച്ചത്. അപ്പോൾ ഈ പാപസംബന്ധമായി മരണം എപ്പോൾ സംഭവിച്ചതാണ്? ഇത് നിങ്ങളുടെ ഉള്ളത്തിൽ ഒരു ചോദ്യമായിട്ട് തന്നെ അവശേഷിച്ചാലേ ഈ ഉത്തരം കണ്ടെത്താൻ കഴിയുള്ളൂ. കാരണം ബൈബിൾ പറയുന്ന ജയജീവിതം മുഴുവൻ പാപസംബന്ധമായി മരിച്ചവർക്കുള്ളതാണ്. പാപസംബന്ധമായി മരിച്ചവനായിട്ട് എങ്ങനെ മാറാം? ഹൗ ഐ ക്യാൻ ബി ഡെഡ് ടു സിൻ. എങ്ങനെ എനിക്ക് പാപം സംബന്ധിച്ച് മരിച്ചവനായി മാറാം? അപ്പം ഇവിടെയാണ് പാപത്തിന് എങ്ങനെയാണ് ജീവൻ ഉണ്ടായത് എന്ന് തിരിച്ചറിവ് കിട്ടേണ്ടത്. അപ്പോഴേ പാപസംബന്ധമായ മരണം എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ 2 വാക്യങ്ങൾ ഞാൻ നിങ്ങളുടെ ഉള്ളത്തിലേക്ക് ഒന്ന് കൊണ്ടുവരാം. പെട്ടെന്ന് ആ വാക്യങ്ങളിലോട്ടും കൂടെ നിങ്ങൾ എന്നോടൊപ്പം ഒന്ന് വരാനായിട്ട് ശ്രമിച്ചാട്ടെ. 2 വാക്യങ്ങൾ റോമർക്കെഴുതിയ ലേഖനം നമ്മളിപ്പോൾ വായിച്ച അതേ ലേഖനത്തിൻ്റെ തന്നെ താഴേക്കുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചു നോക്കൂ. 7-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം. റോമർക്കെഴുതിയ ലേഖനം 7-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം. പാപമോ അവസരം ലഭിച്ചിട്ട്, നല്ലതായിട്ട് ശ്രദ്ധിക്കണം, പാപമോ അവസരം ലഭിച്ചിട്ട് കൽപ്പനയാൽ എന്നിൽ സകലവിധ മോഹത്തെയും ജനിപ്പിച്ചു. പാപത്തിന് അവസരം കിട്ടി കൽപ്പന വന്നപ്പം. പാപം നേരത്തെ ഉണ്ടായിരുന്നു, പക്ഷെ അവസരമില്ലായിരുന്നു, ഓപ്പർച്യൂണിറ്റി ഇല്ലായിരുന്നു. പാപത്തിന് ഓപ്പർച്യൂണിറ്റി വന്നത് കൽപ്പന വന്നപ്പോഴാണ്.
ഹല്ലേലൂയ. കൽപ്പന വന്നപ്പോഴാണ് പാപത്തിന് അവസരമുണ്ടായി. കാരണം കൽപ്പന ഉണ്ടെങ്കിൽ മാത്രമേ ലംഘനത്തിന് ശിക്ഷ കൊടുക്കാൻ പറ്റുള്ളൂ. നിയമമില്ലെങ്കിൽ, നിയമം ലംഘിക്കുന്നവർക്ക് ശിക്ഷ കൊടുക്കാൻ ഒക്കുമോ? ലൈസൻസ് ഇല്ലാത്ത ആളെ ഓടിച്ചിട്ട് പോലീസുകാർ പിടിക്കുന്നു. എന്തുകൊണ്ടാണ്? ലൈസൻസ് ഇല്ലാത്ത ആൾക്ക് നിയമപരമായി ശിക്ഷ കൊടുക്കാൻ നിയമമുണ്ട്. ഹലോ, കൊലപാതകയെ ശിക്ഷിക്കുന്നു. എന്തുകൊണ്ടാണ്? കൊലപാതകയെ ശിക്ഷിക്കാൻ ഇവിടെ ഒരു ഇന്ത്യൻ പീനൽ കോഡുണ്ട്, ഒരു നിയമാവലി നമുക്കുണ്ട്. ആ നിയമാവലി ഇല്ലെങ്കിൽ കൊലപാതകയെ ശിക്ഷിക്കാനൊക്കെയില്ല. അപ്പോൾ വാസ്തവത്തിൽ ശിക്ഷ കൊണ്ടുവന്ന എന്താ? നിയമമാണ്. എത്ര പേർക്ക് മനസ്സിലാകുന്നു? ഒരു ഹല്ലേലൂയ പറഞ്ഞേ. നിയമത്തിന് പുറത്ത് പാപം കണക്കിടുന്നില്ല, നിയമത്തിനകത്താണ് പാപം കണക്കിടുന്നത്. ഇത്ര ആശയം നിങ്ങൾ മനസ്സിലാക്കിയെങ്കിൽ ഇനി 7-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം ഒന്ന് വായിച്ചോ. പാപമോ അവസരം ലഭിച്ചിട്ട് എന്നിൽ സകലവിധ കൽപ്പനയാൽ മോഹത്തെ ജനിപ്പിച്ചു, ന്യായപ്രമാണം കൂടാതെ ഇതാണ് അടിവരയിടേണ്ട ഭാഗം. ന്യായപ്രമാണം കൂടാതെ പാപം നിർജീവമാകുന്നു. ന്യായപ്രമാണത്തിന് പുറത്ത് പാപം മരണാവസ്ഥയിലാണ്. നിർജീവം എന്ന് പറഞ്ഞാൽ എന്നാ? ജീവനില്ലാത്ത അവസ്ഥ. നിയമത്തിന് പുറത്ത് പാപം നിർജീവമല്ല, പാപം ജീവൻ പ്രാപിച്ചത് എവിടെയാണെന്നറിയാമോ? നിയമത്തിൻ്റെ കീഴിലാണ്. അപ്പം പാപം മരിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? നിയമത്തിൻ്റെ കീഴിൽ ആ പാപത്തിന് ജീവൻ ഉണ്ടായതെങ്കിൽ നിയമത്തിൻ്റെ കീഴിൽ നിന്ന് മാറിയാൽ പാപം എന്ത് ചെയ്യും? മരിക്കും. എത്ര പേർക്ക് മനസ്സിലായി? ഒന്നുകൂടെ പറയണം. ഓക്സിജൻ കൊടുത്തപ്പോഴാണ് ജീവൻ ഉണ്ടായതെങ്കിൽ ഓക്സിജൻ മാറ്റിയാൽ മരിച്ചു പോകും. ഹലോ, എത്ര പേർക്ക്? ഞാൻ ഒന്ന് ലളിതമാക്കാൻ ശ്രമിക്കുകയാണിത്. വെള്ളം കൊടുത്തപ്പോഴാ ജീവൻ ഉണ്ടായതെങ്കിൽ വെള്ളം കൊടുക്കാതിരുന്ന മരിച്ചു പോകും. റോമർക്കെഴുതിയ ലേഖനം 7-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം നമ്മൾ വായിച്ചത്. ഒന്നുകൂടെ വായിച്ചു മോളെ ആ വാക്യം. പാപമോ അവസരം ലഭിച്ചിട്ട്, 2-ാമത്തെ ഭാഗം, ആദ്യത്തെ ഭാഗം നമ്മൾ പറഞ്ഞിട്ടുള്ള 2-ാമത്തെ ഭാഗം ശ്രദ്ധിച്ചാൽ മതി. പാപമോ അവസരം ലഭിച്ചിട്ട് സകലവിധ കൽപ്പനയാൽ എന്നിൽ ന്യായപ്രമാണം കൂടാതെ പാപം നിർജീവമാകുന്നു. അപ്പൊ നിയമത്തിന് പുറത്ത് എന്താ? പാപം നിർജീവമാണ്. ഹല്ലേലൂയ. നിയമത്തിന് വെളിയില് പാപം നിർജീവമാണ്. അപ്പോൾ ഒരു വ്യക്തി പാപസംബന്ധമായി മരിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇറ്റ്സ് വെരി സിമ്പിൾ. നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു. നിയമത്തിൻ്റെ കീഴിൽ നിന്ന് പുറത്തു വന്നാൽ മതി. നിയമത്തിൻ്റെ കീഴിൽ നിന്ന് പുറത്തു വന്നവരെ ബൈബിൾ വിളിച്ചിരിക്കുന്നത് പാപസംബന്ധമായി മരിച്ചവരെന്നാണ്. കരമടിച്ചൊന്ന് യേശുവിന് ആരാധന. സിമ്പിളായിട്ട് ഞാനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. പാപത്തിൻ്റെ ജീവനെന്ന് പറയുന്നത് നിയമമാണ്. നിയമത്തിൽ മാത്രമേ പാപത്തിന് ജീവനുള്ളൂ. നിയമം ഇല്ല എങ്കിൽ പാപത്തിന് ജീവനില്ല. നിയമം ഉണ്ട് എങ്കിൽ പാപത്തിന് ജീവനുണ്ട്. ഇവിടെ ഈ ന്യായപ്രമാണം എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അക്ഷരിക ന്യായപ്രമാണം നൽകപ്പെട്ടത് യഹൂദനാണ്. പക്ഷെ ന്യായപ്രമാണം എന്ന് പറഞ്ഞാൽ എന്നാണെന്നറിയാമോ? അരുത് ആകാം എന്നുള്ള കൽപ്പനയാണ്. അപ്പം ഇന്ന് ന്യായപ്രമാണം എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മോശയിക കൽപ്പനകളെ അല്ല, മറിച്ച് അരുത് ആകാം എന്ന നിബന്ധനകൾക്ക് കീഴിൽ ജീവിച്ച് ജയിക്കാൻ പറ്റുമോ എന്ന ചിന്തയിൽ ജീവിക്കുന്ന ജീവിത ശൈലിയെയാണ് ഇവിടെ നിയമബന്ധിത ജീവിതം എന്ന് വിളിക്കുന്നത്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ, എൻ്റെ പ്രയത്നം കൊണ്ട് എനിക്ക് ജയിക്കാൻ കഴിയും, എൻ്റെ പ്രയത്നം കൊണ്ട് എനിക്ക് നേടാൻ കഴിയും, എൻ്റെ പ്രയത്നം കൊണ്ട് എനിക്ക് ജയാളിയാകാൻ കഴിയുമെന്ന മനോഭാവമാണ് ഇവിടെ ന്യായപ്രമാണം. അതിനകത്ത് പാപത്തിന് ജീവനുണ്ട്. എൻ്റെ പ്രയത്നം എന്ന് നിങ്ങൾ പറയുമ്പോൾ അവിടെ പാപത്തിന് ജീവനുണ്ട്. എന്നാൽ കർത്താവിൻ്റെ പ്രയത്നം എന്ന് നിങ്ങൾ എപ്പോൾ പറയുന്നോ അപ്പോൾ നിങ്ങൾ നിയമത്തിന് പുറത്തായി. നിയമത്തിന് പുറത്ത് പാപം നിർജീവമാണ്, പാപം ഡെഡാണ്, പാപം മരിച്ച അവസ്ഥയിലാണ്. അപ്പം റോമർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം ഇനി വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആകയാൽ നാം എന്തു പറയണ്ടു? കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുന്നോ ഒരു നാൾ വരുത് പാപസംബന്ധമായി മരിച്ചവരായ നാം. പൗലോസ് റോമക്കാരെ അഭിസംബോധന ചെയ്യുമ്പോഴേ അവരോട് പറയുകയാണ്, നിങ്ങൾ എന്താണ്? പാപസംബന്ധമായി മരിച്ചവരാണ്. ഒന്ന് പറഞ്ഞേ, പാപസംബന്ധമായി മരിച്ചവരാണ്. ഇവരെങ്ങനെയാ പാപസംബന്ധമായി മരിച്ചത്? നിങ്ങൾക്കറിയാം, റോമാക്കാരുടെ വിശ്വാസം സർവ്വലോകത്തിലും പ്രസിദ്ധമായി എന്നാണ് 1-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവർക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. എന്തായിരുന്നു വിശ്വാസം? യേശുവിനെ അവർ വിശ്വസിച്ചിരുന്നു. അവരൊരു കാലത്ത് അവരുടെ പ്രയത്നം കൊണ്ട് വിശുദ്ധ ജീവിതവും, അവരുടെ പ്രയത്നം കൊണ്ട് ജയജീവിതവും, അവരുടെ പ്രയത്നം കൊണ്ട് സൗഖ്യവും, അവരുടെ പ്രയത്നം കൊണ്ട് നിത്യജീവനും ഒക്കെ നേടാൻ ആഗ്രഹിച്ചവരായിരുന്നു. പക്ഷേ അവർക്ക് മനസ്സിലായി, ഞങ്ങളുടെ പ്രയത്നം കൊണ്ട് നേടാൻ കഴിയുന്നതല്ല ഇത്.
കർത്താവിൻ്റെ കൃപയാ കിട്ടുന്നതായത്. ഒന്ന് പറഞ്ഞേ, യേശുവിൻ്റെ കൃപയാ കിട്ടുന്നതായത്. അങ്ങനെ അവര് നിബന്ധനകൾക്കകത്തുനിന്ന്, certain do's and don'tsനകത്തുനിന്ന്, അരുത് ആകാം എന്ന കൽപ്പനകൾക്കകത്തുനിന്ന് അവരിറങ്ങിയിട്ട് എന്ത് ചെയ്തു? കർത്താവായ യേശുവിൽ വിശ്വസിച്ചു. ഒന്ന് പറഞ്ഞേ, കർത്താവായ യേശുവിൽ വിശ്വസിച്ചു. ഹല്ലേലൂയ. ഞാൻ ചെയ്ത് നേടും എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നവര് യേശു ചെയ്തത് കൊണ്ട് ഞാൻ നേടും എന്ന് വിശ്വസിച്ചു. എത്ര പേർക്ക് മനസ്സിലാവും? ഒന്നുകൂടെ ഞാൻ പറയാം. ഞാൻ ചെയ്ത് നേടും എന്ന് വിശ്വസിച്ചവര് യേശു ക്രൂശിൽ ചെയ്തത് കൊണ്ട്, ആ ദിവ്യബലി ക്രൂശിൽ യേശു അർപ്പിച്ചത് കൊണ്ട് എനിക്ക് കിട്ടും എന്ന് വിശ്വസിച്ചു. അപ്പൊ ആ വിശ്വാസം വന്നപ്പം അവർക്ക് സംഭവിച്ച കാര്യം അപ്പോസ്തലനോട് പറയുന്നത്, ആ വിശ്വാസം എപ്പോ വന്നോ അപ്പോ പാപം നിർജീവമായി. കാരണം പാപത്തിന്റെ ജീവൻ എന്ന് പറയുന്നത് നിയമത്തിന് അന്നും ഇന്നും എന്നും. നമ്മൾ ചിന്തിക്കുന്നത് കുറെ നിയമാവലി കേട്ടാല്, കുറെ ഉപദേശം കേട്ടാല്, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. ഞങ്ങൾ പോകുന്ന ആ കൂട്ടായ്മയിൽ ഭയങ്കര ഉപദേശമാണ്. അതുകൊണ്ട് ഞങ്ങൾക്കാർക്കും പാപങ്ങൾ സംഭവിക്കാറില്ല. ഉപദേശം കൊണ്ട് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടുമായിരുന്നുവെങ്കിൽ യേശു വരേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു. കുറെ ഉപദേശം നമുക്കിതാ ഓൾറെഡി മോശയുടെ കാലത്ത് മുതലേ ഉണ്ടായിരുന്നു. ഏതാണ്ട് 400-ലധികം പ്രത്യക്ഷവും പരോക്ഷവും ലിഖിതവും അലിഖിതവുമായ കൽപ്പനകളോട് കൂടിയതായിരുന്നു ന്യായപ്രമാണം. അപ്പോൾ കൽപ്പന അല്ലെങ്കിൽ കൽപ്പന അനുസരിച്ചാൽ അനുഗ്രഹം എന്ന് പറയുന്നത് ഒരു പുതിയ കാര്യമൊന്നുമല്ല. ഹല്ലേലൂയ. യേശുവിലും നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത്, യേശുവിലും 18 കൽപ്പന എനിക്ക് കിട്ടിയിട്ടുണ്ട്, ആ 18 കൽപ്പന അനുസരിക്കുന്നതുകൊണ്ടാണ് യേശുവിലുള്ളത് എനിക്ക് കിട്ടുന്നതെന്ന്. ഒരിക്കലുമല്ല. യേശുവിലുള്ള വിശ്വാസത്താൽ നിങ്ങൾക്ക് കിട്ടുന്ന, യേശുവിൻ്റെ കൽപ്പന നിങ്ങൾ അനുസരിക്കുന്നുണ്ടെങ്കിൽ അത് യേശു തന്ന കൃപ കൊണ്ടാണ് നിങ്ങൾ ആ കൽപ്പന അനുസരിക്കുന്നത്. കരമടിച്ചൊന്ന് യേശുവിനൊന്ന് ആരാധന കൊടുത്ത്. ഹല്ലേലൂയ. ഞാൻ പറയാം, യേശുവിൻ്റെ ജീവനെ സ്വീകരിക്കാണ്ട് യേശു പറഞ്ഞ ഒരു കൽപ്പന നിങ്ങൾക്ക് അനുസരിക്കാൻ പറ്റുകയില്ല. യേശു പറഞ്ഞ ഏതെങ്കിലും കൽപ്പന നിങ്ങൾക്ക് അനുസരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ ഓർത്തോ, യേശുവിൻ്റെ ജീവനെ സ്വീകരിച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് അത് സാധ്യമാകുന്നത്. കാരണം യേശു പറഞ്ഞ ഓരോ കൽപ്പനകളും അനുസരിക്കണമെങ്കിൽ യേശു പറഞ്ഞ കൽപ്പനകൾ എന്ന് പറയുമ്പോൾ ഒരുപാടൊന്നുമില്ല. യേശു പറഞ്ഞ ഏറ്റവും വലിയ കൽപ്പനയാണ്, നിങ്ങൾ തമ്മിൽ സ്നേഹിക്കുന്നതിനാൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് ലോകം അറിയും. യേശു ന്യായപ്രമാണത്തിലെ 400-ലധികം കൽപ്പനകളെ ക്രോഡീകരിച്ച് ഒറ്റ വാക്കിൽ പറയുമ്പോൾ, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക എന്നുള്ള ആ ഒരൊറ്റ കൽപ്പനയ്ക്കകത്ത് മുഴുവൻ ന്യായപ്രമാണം അടങ്ങിയിരിക്കുന്നു എന്നാ പറഞ്ഞു. ഒന്ന് പറഞ്ഞ്, മുഴുവൻ ന്യായപ്രമാണവും അതിനകത്ത് അടങ്ങിയിരിക്കുന്നു എന്നാ പറഞ്ഞു. കരമടിച്ചൊന്ന് യേശുവിനൊന്ന് ആരാധന കൊടുത്ത്. ഞാൻ എന്താ പറഞ്ഞു വരുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ യേശുവിനെ വിശ്വസിച്ചപ്പോൾ പാപസംബന്ധമായി മരിച്ചവരാണെന്നുള്ള അറിവിൽ ഇതുവരെ വളർന്നിട്ടില്ല എങ്കിൽ, ഹല്ലേലൂയ, ആ വളർച്ചയാണ് ഈ വചന കേൾവിയാ നിങ്ങളിൽ ഉണ്ടാകേണ്ടത്. യേശുവിനെ വിശ്വസിച്ചപ്പം നിയമത്തിൽ നിന്ന് പുറത്തു വന്നു. ഹല്ലേലൂയ. ഒന്ന് പറഞ്ഞ്, നിയമത്തിൽ നിന്ന് പുറത്തു വന്നു. നിയമം എന്ന് പറഞ്ഞാൽ നിയമം എന്ത്? ജീവിതശൈലി. ഞാൻ ചെയ്യുന്ന ഈ പ്രവൃത്തി കൊണ്ട് ഞാൻ ദൈവത്തെ പ്രസാദിപ്പിച്ച് എനിക്ക് അനുഗ്രഹം നേടാൻ കഴിയുമെന്ന മനോഭാവം, അതാണ് ന്യായപ്രമാണം. ഹല്ലേലൂയ. ഞാൻ ആ കർമ്മം ഞാൻ ചെയ്യുന്നുണ്ട്, ഈ കർമ്മം ഞാൻ ചെയ്യുന്നുണ്ട്, ഇതൊക്കെ ചെയ്യുന്നതുകൊണ്ട് ദൈവം എൻ്റെ മേൽ പ്രസാദിക്കും, ഇതൊക്കെ ചെയ്യുന്നതുകൊണ്ട് ദൈവം എൻ്റെ മേൽ പ്രസാദിച്ച് അത് ദൈവം എനിക്ക് തരും എന്ന ഈ മനോഭാവമാണ് ന്യായപ്രമാണം എന്ന് പറയുന്നത്. അല്ല, അക്ഷരിക ന്യായപ്രമാണം നമുക്ക് ആർക്കും നൽകപ്പെട്ടിട്ടില്ല. അക്ഷരിക ന്യായപ്രമാണം കൊടുത്ത യഹൂദനാണ്. യഹൂദന് കൊടുത്ത അക്ഷരിക ന്യായപ്രമാണമായിട്ട് നിങ്ങൾക്കും എനിക്കും ബന്ധമില്ല. പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്കും എനിക്കും അതുമായിട്ട് ബന്ധമുണ്ടാകുന്നത്? യഹൂദൻ അക്ഷരികമായി കൊടുത്തത് പ്രവൃത്തിയാൽ ചെയ്ത് നാമും ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരാന്ന് നാം തന്നെ നമ്മുടെ പ്രവൃത്തിയിലൂടെ തെളിയിക്കുകയായത്. അങ്ങനെയാണ് നമ്മൾ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരാന്ന് പൊതുവിൽ നമ്മെ തന്നെ മനസ്സിലാക്കിയത്. ഒരു വലിയ സത്യത്തിലേക്ക് വരിക. ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ ചിന്ത ഞാൻ ആവർത്തിച്ച് പറയാം. നിയമത്തിന് പുറത്ത് പാപം ബലഹീനവും നിർജീവവുമാണ്. നിയമത്തിനകത്ത് പാപത്തിന് ജീവനുണ്ട്. ഹല്ലേലൂയ. അപ്പൊ പാപസംബന്ധമായി മരിച്ചവനാരാ? എളുപ്പത്തിൽ പറയാം. ആര് നിയമബന്ധിത ജീവിതത്തിൽ നിന്ന് പുറത്തു വന്നോ അവൻ പാപസംബന്ധമായി മരിച്ചവനാണ്. പാപത്തിൽ തുടരുന്നവനാരാ? ആര് നിയമത്തിന്റെ കീഴിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു അവൻ പാപത്തിൽ തുടരുന്നവനാ. കരമടിച്ചു യേശുവിനാ. പക്ഷെ ഇപ്പം ആൾക്കാർ തിരിച്ചു വെച്ചിരിക്കുന്നത്, മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് നേരെ ഉൾട്ടായിട്ടാണ്. നേരെ തിരിഞ്ഞാണ് ആൾക്കാർ ചിന്തിച്ചു വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ഇത് രണ്ടും നിങ്ങൾ അറിയണമേ. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ അത് വ്യക്തമാക്കുന്നുണ്ട്. ന്യായപ്രമാണം മോശ മുഖാന്തരം വന്നു. ന്യായപ്രമാണം മോശയുടെ നേതൃത്വത്തിൽ വന്നു.
അപ്പം നിങ്ങൾ ഒരിക്കലും ചിന്തിക്കില്ല മോശയ്ക്ക് മുമ്പ് ന്യായപ്രമാണം ഇല്ലായിരുന്നു എന്ന്. മോശയ്ക്ക് മുമ്പ് ന്യായപ്രമാണം ഉണ്ടായിരുന്നു. മോശയിൽ സംഭവിച്ചത് ന്യായപ്രമാണം ലിഖിത രൂപത്തിൽ, എഴുതിയ രൂപത്തിൽ മോശയുടെ കയ്യിൽ കൊടുത്തു വിടുകയായിരുന്നു. മറ്റൊരു വാക്കി പറഞ്ഞാൽ മോശയുടെ കാലത്താണ് എഴുതപ്പെട്ടതായിട്ട് വന്നത്, പക്ഷേ അതിന് മുമ്പേ നിയമം ഉണ്ടായിരുന്നു. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം പറയുമ്പോൾ പറയുന്നു, ന്യായപ്രമാണം മോശ മുഖാന്തരം വന്നു, കൃപയും സത്യവും. ഒന്ന് പറഞ്ഞേ, കൃപയും സത്യവും യേശുക്രിസ്തു മുഖാന്തരം വന്നു. ഒന്ന് ചേർന്ന് പറഞ്ഞേ, കൃപയും സത്യവും യേശുക്രിസ്തു മുഖാന്തരം വന്നു. നല്ല ശതമാനം ആൾക്കാർ ചിന്തിക്കുന്ന എന്താ അറിയോ, യേശുവിൽ വിശ്വസിക്കുക എന്നുള്ളതിനപ്പുറത്ത് ഇന്നും കുറേ കൽപ്പനകൾ അനുസരിക്കുന്നതാണ് സുവിശേഷം നടത്തുന്ന ആഹ്വാനം എന്നാണ്. ആരോ പറയുന്നു സുവിശേഷം മദ്യപാനം മാറ്റും. ശരിയാ, സുവിശേഷം നിമിത്തം മദ്യപാനം മാറിയ ഒരുപാട് പേരെ എനിക്കറിയാം. പക്ഷെ സുവിശേഷം ഇല്ലാതെയും മദ്യപാനം നിർത്തിയ ആയിരക്കണക്കിന് ആൾക്കാരെ എനിക്കറിയാം. അപ്പൊ സുവിശേഷത്തിന്റെ അട്രാക്ഷൻ മദ്യപാനം നിർത്തുന്നൊന്നുമല്ല. കേട്ടവർക്കായി സ്തോത്രം. നല്ല വ്യക്തിത്വമുള്ള ഒരാള് ഇന്നിവിടെ വന്ന് തീരുമാനിക്കുക എനിക്കിനി മദ്യം വേണ്ടെന്ന് പറഞ്ഞാൽ ആ ഒരൊറ്റ തീരുമാനത്തിൽ മദ്യം ഉപേക്ഷിക്കാൻ കഴിവുള്ളവരുണ്ട്. അപ്പൊ സുവിശേഷം മദ്യപാനം മാറ്റി എന്നുള്ളതിലുപരി ഇതാ ചെയിൻ സ്മോക്കറായിരുന്നു. വലിച്ച് ശ്വാസകോശം എല്ലാം പോയി കിടക്കുകയായിരുന്നു. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ സുവിശേഷം കേട്ടു, പുകവലി നിർത്തി. അപ്പോൾ ആൾക്കാർ ചിന്തിക്കുന്നത് പുകവലി മാറ്റാൻ സുവിശേഷം. നോ, സുവിശേഷം കേൾക്കാതെ പുകവലി നിർത്തി എത്രയോ പേരുണ്ട്. ഈ റീഹാബിലേഷൻ സെൻ്ററുകളിൽ അതുപോലുള്ള സ്ഥലങ്ങളിൽ പോയി അതിൽ നിന്നൊക്കെ മോചിതരായ നൂറുകണക്കിന് ആൾക്കാരെ അറിയാം. അവരാരും സുവിശേഷം പോലും കേട്ടിട്ടില്ല. അപ്പോൾ സുവിശേഷത്തിൻ്റെ അട്രാക്ഷൻ കള്ളുകൂടി നിർത്തലല്ല, സുവിശേഷത്തിൻ്റെ അട്രാക്ഷൻ പുകവലി നിർത്തലല്ല. സുവിശേഷത്തിൽ ഇതൊക്കെ സംഭവിച്ചേക്കാം, പക്ഷെ സുവിശേഷം ഇതിലെല്ലാം വലിയൊരു കാര്യമാണ് നിങ്ങളിൽ ചെയ്തെടുക്കുന്നത്. അത് വേറൊന്നുമല്ല, നിങ്ങളുടെ സ്വയനീതിയിൽ നിന്ന് നിങ്ങളെ ഇറക്കി ദൈവനീതിയിൽ നിങ്ങളെ നിർത്തും. ഇതാ സുവിശേഷം ചെയ്യുന്ന പ്രവൃത്തി. കരമടിച്ചൊന്ന് യേശുവിനൊന്ന് ആരാധന കൊടുത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരൊറ്റ തീരുമാനത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മദ്യപാനം അവസാനിപ്പിക്കാം. ഒരൊറ്റ തീരുമാനത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പല സ്വഭാവങ്ങൾ അവസാനിപ്പിക്കാം. പക്ഷെ ഒരൊറ്റ തീരുമാനത്തിൽ നിങ്ങൾക്ക് തീർക്കാൻ കഴിയാത്ത ഒന്നുണ്ട്. നിങ്ങളിലെ നിങ്ങൾ, എന്നിലെ ഞാൻ, എൻ്റെ സ്വയാസ്തിക്യം, എൻ്റെ വ്യക്തിത്വം, എന്നിൽ അന്തർലീനമായി കിടക്കുന്ന എന്നിൽ സൃഷ്ടിപ്പിൽ തന്നെ, എൻ്റെ ഹെറിഡിറ്ററിയിൽ, എൻ്റെ എൻവയോൺമെൻറ്റിൽ, എൻ്റെ പരിതസ്ഥിതിയിൽ എനിക്ക് കിട്ടിയ, എന്നോട് ചേർന്ന് നിൽക്കുന്ന, ഇത്തിൽക്കണ്ണി പോലെ നിൽക്കുന്ന എൻ്റെ അഹന്ത, എൻ്റെ അഹങ്കാരം, എൻ്റെ സ്വകാര്യ അഹങ്കാരം എന്നിങ്ങനെയൊക്കെ പറയുന്ന കുറേ കാര്യങ്ങൾ എന്നിലുണ്ട്. ഇതിനകത്തുനിന്ന് പുറത്തു വരികയാണ് ഏറ്റവും വലിയ കാര്യം. ബാക്കിയെല്ലാം സൈഡാണ്. ആ സ്വകാര്യ അഹങ്കാരത്തിൽ നിന്ന് പുറത്തു വരാൻ നിങ്ങൾക്ക് കഴിഞ്ഞോ? നിങ്ങൾ സുവിശേഷം കേട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. ദൈവനീതിക്ക് ഞാൻ എന്ന ചിന്തയിൽ നിന്ന് ഹല്ലേലൂയ. സുവിശേഷം വാസ്തവത്തിൽ വ്യക്തികൾക്ക് വരുത്തുന്ന രൂപാന്തരം ഞാൻ കണ്ടിട്ടുണ്ട്. ആ രൂപാന്തരം ഞാൻ കണ്ട് ഞെട്ടിയിട്ടുണ്ട്. അഹങ്കാരിയായിരുന്ന, അഹന്തയുടെ അങ്ങേയറ്റം നിന്നിരുന്ന വ്യക്തികൾ സുവിശേഷം കേൾക്കുന്നതോടെ കർത്താവിനെ പോലെ സൗമ്യരാവുകയും താഴ്മ ധരിക്കുകയും വലിയ ഉത്തുംഗശൃംഗത്തിൻ്റെ ഔന്നത്യത്തിൽ ജീവിക്കാൻ ശേഷിയുള്ളവർ ഏറ്റവും താഴേക്കിടയിൽ ഒരു ജീവിതം നയിക്കാൻ തീരുമാനിക്കുകയും ചെയ്യുന്നെങ്കിൽ ആ ലളിത ജീവിതത്തെ നോക്കി നിങ്ങൾക്കും എനിക്കും പറയാം, ക്രിസ്തുവിൻ്റെ ഒരു യഥാർത്ഥ പത്രമായി നിൽക്കുന്നേ. അക്ഷരാർത്ഥത്തിൽ ഇവനിലൊരു വലിയ രൂപാന്തരം യേശു വന്നിട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഈ വാസ്തവത്തിലുള്ള സുവിശേഷത്തിൻ്റെ രൂപാന്തരം. ഹല്ലേലൂയ. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം. നിയമത്തിന് പുറത്ത് പാപത്തിന് ജീവനില്ല, പക്ഷെ നിയമത്തിനകത്ത് പാപത്തിന് ജീവനുണ്ട്. പാപം ഇങ്ങനെ വെറുതെ കിടക്കുകയായിരുന്നു. റോമർ 7:8 ഞാൻ വായിച്ചത് അല്ലേ? റോമർ 7:8 നമ്മൾ വായിച്ചതാണ്. പാപം ഇങ്ങനെ വെറുതെ കിടക്കുകയായിരുന്നു. പാപം നിർജീവമായിട്ട് വെറുതെ കിടക്കുകയായിരുന്നു. അപ്പോൾ പാപത്തിന് ജീവൻ ഉണ്ടായത് എന്ത് കേട്ടപ്പോഴാണെന്നറിയോ? കൽപ്പന വന്നപ്പോഴാണ്. കൽപ്പന വരുന്നതിന് മുമ്പ് പാപം ഉണ്ടായിരുന്നു, പക്ഷെ കണക്കിടാൻ ഒരു ബേസ് ഇല്ലായിരുന്നു, ഒരു മാനദണ്ഡമില്ലായിരുന്നു. പാപത്തെ കണക്കിടാൻ ഒരു മാനദണ്ഡമില്ലായിരുന്നു. കാരണം നിയമമില്ലാത്തടത്ത് എന്നാ വെച്ചാൽ പാപത്തെ കണക്കിടുന്നേ. അപ്പം നിയമം വന്നപ്പം എല്ലാവരും ചിന്തിച്ചു, നിയമം വന്നു. നിയമം എന്ന് പറഞ്ഞാൽ നിബന്ധനകളാ. അരുത്, നോക്കരുത്, കാണരുത്, പിടിക്കരുത്, രുചിക്കരുത്, തുടരുത്, നോക്കരുത്. ഈ നിയമം വന്നപ്പോൾ ശരിക്കും സത്യത്തിൽ ഉണ്ടായത് എന്താണെന്നറിയാമോ? നിങ്ങൾ അറിയണം. നിയമം വന്നപ്പോൾ എല്ലാവരും ചിന്തിച്ചു, നിയമം ഇത്രയും വന്നതുകൊണ്ട് പാപം കൺട്രോൾഡ് ആവും. ശരിക്കും സംഭവിച്ചത് എന്നാണെന്നറിയോ? നിയമം വന്നപ്പോൾ പാപത്തിന് ഓപ്പർച്യൂണിറ്റി കിട്ടി, അവസരം കിട്ടി. കൽപ്പനയാൽ എന്നിൽ സകലവിധ മോഹവും ജനിച്ചു. ഒന്ന് പറഞ്ഞേ, കൽപ്പനയാൽ എന്നിൽ സകലവിധ മോഹവും ജനിച്ചു. ഒന്നുകൂടെ പറഞ്ഞേ, കൽപ്പനയാൽ എന്നിൽ സകലവിധ മോഹവും ജനിപ്പിച്ചു. ഞാൻ ഒരു ഉദാഹരണം പറയാം നിങ്ങൾക്ക് വേണമെങ്കിൽ.
എൻ്റെ കയ്യിൽ ഒരു സാധനമുണ്ട്, പക്ഷെ ഞാൻ നിങ്ങൾക്ക് കൽപ്പന തരികയാണ്, ആരും ഇതിനെ നോക്കരുത്. നോക്കരുതെന്ന് ഞാൻ പിന്നെയും പറയുകയാണ്. എൻ്റെ കയ്യിലിരിക്കുന്ന ഈ സാധനത്തെ ആരും നോക്കരുത്, നോക്കരുത്. ഇത് വളരെ 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 വലിയ കാര്യമാണ്. നിങ്ങൾ ആരും നോക്കരുത്, എൻ്റെ ഈ കയ്യിലേക്ക് നോക്കരുത്. നോക്കിയാൽ ശിക്ഷയുണ്ട്, നോക്കരുത്. ഞാൻ പിന്നെ ഇപ്പോഴും പലരും നോക്കുന്ന കാണുന്നു, അതുകൊണ്ട് ഞാൻ പറയാം, ഇതിലോട്ട് നോക്കരുത്. ശരിക്കും നോക്കരുത് എന്ന് പറഞ്ഞപ്പം നോക്കാനുള്ള ആഗ്രഹം ഉണ്ടായോ ഇല്ലയോ? പറ 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 ആഗ്രഹം ഉണ്ടായോന്ന് കരം ഉയർത്തിക്കേ. ഇത്രയും നേരം ആ കയ്യെ നോക്കിയിട്ട് ഒരു കുഴപ്പമില്ലായിരുന്നു, പക്ഷെ നോക്കരുതെന്ന് പറഞ്ഞപ്പം അങ്ങോട്ട് നോക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടായി എന്ന് പറയുന്നവരൊന്ന് കരം ഉയർത്തിക്കേ. സത്യം പറയുന്ന എത്ര പേരുണ്ടെന്ന് അറിയാൻ വേണ്ടിയാണ്. കണ്ടോ, എല്ലാവർക്കും തോന്നി. അതേസമയം ഈ കൈ ഇവിടെ ചുമ്മാ നിന്നാ ആർക്കും നോക്കണ്ടായിരുന്നു, ഒരുത്തരും നോക്കിയിരുന്നില്ല. ഓ ഹല്ലേലൂയ. അപ്പൊ എവിടെയാണോ കൽപ്പന വന്നത്, ഇവിടെ ഞാൻ കൽപ്പന കൊണ്ടുവന്നു, ഞാൻ പറഞ്ഞു നോക്കരുത്. ഉടനെ നിങ്ങൾക്ക് എല്ലാവർക്കും നോക്കാൻ ആഗ്രഹം തോന്നി. ഇത് തന്നെയാണ് ഞാൻ ഇത്രയും സമയം പറഞ്ഞു വരുന്നേ. ഓ, എന്ത് എളുപ്പത്തിൽ നിങ്ങൾക്ക് ഇത് മനസ്സിലായി അല്ലേ? താക്കോല് കൈ മറച്ചു പിടിച്ച് പറഞ്ഞപ്പോഴത്തേക്കും എല്ലാവർക്കും അത് എളുപ്പത്തിൽ മനസ്സിലായി. ഇത് തന്നെ എത്രയും സമയം ഞാൻ പറഞ്ഞത്. കൽപ്പന വരുമ്പം നമ്മൾ ചിന്തിക്കുന്നത്, ഓ കൽപ്പന വന്നല്ലോ അടിച്ചമർത്തപ്പെടുമെന്നാ. പക്ഷെ കൽപ്പന വരുമ്പം അവിടെ ആഗ്രഹം ഉൽപ്പാദിപ്പിക്കപ്പെടുകയാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. എത്ര പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നു? നിയമത്തിന് പുറത്ത് പാപം നിർജീവമാണ്, പക്ഷെ നിയമത്തിനകത്ത് പാപത്തിന് ജീവനുണ്ട്. നിങ്ങൾ നിയമബന്ധിതമായ ജീവിതത്തിനകത്ത് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നോക്കുന്ന വ്യക്തിയാണോ? ആണെങ്കിൽ ഞാൻ ഉറപ്പ് തരാം, നിങ്ങൾ കൃപയെന്ന് വീണുപോയി. ഹല്ലേലൂയ. നിങ്ങൾ എത്ര ശ്രമിക്കുന്നു അത്രത്തോളം നിങ്ങൾ തോറ്റുകൊണ്ടിരിക്കും, അത്രത്തോളം നിങ്ങൾ പരാജയപ്പെട്ടുകൊണ്ടിരിക്കും. എന്നാൽ ഇന്ന് പറ, കർത്താവേ ഹല്ലേലൂയ, എൻ്റെ നിയമം യേശുവാ. ഒന്ന് പറഞ്ഞേ, എൻ്റെ നിയമം യേശുവാ. ഹല്ലേലൂയ. യേശു എനിക്ക് വേണ്ടി നിയമം നിവർത്തിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒന്ന് കരമുയർത്തി പറഞ്ഞേ, യേശു എനിക്ക് വേണ്ടി നിയമം നിവർത്തിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ ഒരൊറ്റ വിശ്വാസത്താൽ നിങ്ങൾ മുഴുവൻ നിയമം അനുസരിച്ചിട്ടില്ല. ഇങ്ങോട്ട് നോക്കിക്കേ, മുഴുവൻ നിയമം നിങ്ങൾക്ക് അനുസരിക്കാൻ പറ്റുകയില്ല. ഞാൻ ചോദിക്കട്ടെ, മുഴുവൻ നിയമവും നിങ്ങൾക്ക് അനുസരിച്ച് രക്ഷ നേടാൻ പറ്റുമായിരുന്നെങ്കിൽ, ഒന്ന് ശ്രദ്ധിക്കണേ, മുഴുവൻ നിയമവും നിങ്ങൾക്ക് അനുസരിച്ച് രക്ഷ നേടാൻ പറ്റുമായിരുന്നെങ്കിൽ യേശുവിൻ്റെ ആവശ്യം എന്നായിരുന്നേ? കാരണം യേശു വരുന്നതിന് മുമ്പ് ഇവിടെ നിയമവും നിബന്ധനയൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങളെക്കൊണ്ട് നിയമം അനുസരിക്കാൻ പറ്റാത്തതുകൊണ്ടാ നിങ്ങൾക്ക് പകരം ഒരാൾ വന്ന് നിയമം അനുസരിച്ചു. നിയമം അനുസരിച്ച് നിങ്ങളോട് പറയുക, ഞാൻ വന്ന് നിയമം അനുസരിച്ചു എന്ന് നിങ്ങൾക്കൊന്ന് വിശ്വസിക്കാമോ? ആ വിശ്വാസത്താൽ നിങ്ങളെ രക്ഷിക്കാൻ എനിക്ക് മനസ്സുണ്ട്. അതാ വചനം പറയുന്നത്, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഏത് വിശ്വാസത്താൽ? ഞാൻ അവന് വേണ്ടി നിയമം നിവർത്തിച്ചു എന്ന വിശ്വാസത്താൽ. ഹല്ലേലൂയ. പ്രൈസ് ടു ജീസസ്. എത്ര തകർന്ന നിങ്ങൾ വന്നിരിക്കുന്നെങ്കിലും ഞാൻ ഉറപ്പ് പറയാം, കടഭാരത്തിന് കീഴിലിരിക്കുന്നവരോട് വല്ലതും പറയാൻ ഉണ്ടോ? ഉണ്ട്. എന്നാ പറയാനുള്ളത്? യേശുവിൽ വിശ്വസിച്ചാൽ കടഭാരം മാറും. ഉറപ്പാ. എന്നാ ഇത്ര ഉറപ്പോടെ പറയാൻ കാര്യം? ഞാൻ അതുപോലെ വലിയ കടഭാരത്തിൽ നിൽക്കുകയായിരുന്നു. ലക്ഷങ്ങളുടെ ബാധ്യതയുണ്ടായിരുന്നു, അതെല്ലാം തീർന്നു കിട്ടി. ചങ്ങനാശ്ശേരി വരുമ്പം ലക്ഷങ്ങളുടെ ബാധ്യതയായിട്ടാണ് വരുന്നത്. അതെ, കെട്ടുകെട്ടി അതെല്ലാം കെട്ടി കരമടിച്ചോന്ന് യേശുവിനാ. ബലഹീനത വരുമ്പോഴേ ചിന്തിക്കേണ്ടത്, ഓ തീരാൻ പോവാന്നല്ല, അടുത്ത മൂവിന് സമയമായി, അടുത്ത ചലനത്തിന് സമയമായി, അടുത്ത മുന്നേറ്റത്തിന് സമയമായി. ഹല്ലേലൂയ. തീർന്നു എന്ന് പറയുന്നിടത്ത് നിങ്ങൾ ആവർത്തിച്ച് നിങ്ങളുടെ അധരം കൊണ്ട് പറയണം, തുടരാൻ സമയമായി. കാരണം ഈ സമയത്ത് എനിക്കറിയാം ഡബിൾ പോർഷനാണ് വരുന്നത്. എല്ലാപ്പോഴത്തും സാധാരണ ശക്തിയാണ് വരുന്നതെങ്കിൽ ഈ ബലഹീനത ഞാൻ അനുഭവിക്കുമ്പം ഡബിളായി ഇറങ്ങി വരുന്നത്. ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന്, ക്രിസ്തുവിൻ്റെ ശക്തി നിങ്ങളിൽ ആവസിച്ചിട്ടാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ പരാജയപ്പെടുകയില്ല എന്ന് മാത്രമല്ല, ക്രിസ്തുവിൻ്റെ ശക്തിയെ പരാജയപ്പെടുത്താൻ ഒരു ശക്തിക്കും കഴിയുകയില്ല. ഒന്ന് കരമുയർത്തി എൻ്റെ കൂടെ ഒന്ന് പ്രാർത്ഥിച്ചോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ട് കരമുയർത്തി എൻ്റെ കൂടെ ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. എല്ലാ മക്കളും ഒന്ന് ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ. ആമേൻ, ആമേൻ. രണ്ട് കരങ്ങൾ ഉയർത്താന്നിടത്തോളം ഒന്ന് ഉയർത്തിക്കൊണ്ട്, എൻ്റെ കൂടെ ഒന്ന് പ്രാർത്ഥിച്ചേ. യേശുവേ, എല്ലാവരും പ്രാർത്ഥിച്ചേ. യേശുവേ,
യേശുവേ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു. എല്ലാവരും യേശുവേ യേശുവേ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു. ഞാൻ തിരിച്ചറിയുന്നു എന്റെ മേൽ യേശുവിന്റെ മഹാശക്തി ആവസിക്കുവാൻ എന്റെ ഈ ബലഹീനതകൾ മുഖാന്തരമായി തീരുന്നെങ്കിൽ ഈ ബലഹീനതയ്ക്കായിട്ട് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ ശക്തി അപരിമിതമായി എന്നിൽ വ്യാപരിക്കുവാൻ മുഖാന്തരമായി തീരുന്ന എല്ലാ ബലഹീനതകൾക്കായും നന്ദി യേശുവേ, നന്ദി യേശുവേ. ഹല്ലേലൂയ. വെട്ടിയിട്ടടത്തുനിന്ന് പൊട്ടിക്കിളിർക്കുന്ന പോലെ, ഉടഞ്ഞു വീണിടത്തുനിന്ന് പണിതുയരുന്നത് പോലെ, തകർത്തിട്ടടത്തുനിന്ന് യേശുവിന്റെ നാമത്തിൽ എഴുന്നേൽക്കുന്നത് പോലെ ഈ വചന കേൾവിയാൽ ആരുടെയൊക്കെ ഉള്ളിൽ വലിയ ദൈവശക്തി വ്യാപരിച്ചിട്ട് ഇപ്പോൾ തന്നെ നിന്റെ മക്കൾ എഴുന്നേൽക്കട്ടെ. എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടവരെന്നെ കേൾക്കുന്നുണ്ട്. ഇനിയൊരു പ്രതീക്ഷയും ഇല്ലെന്ന് പറയുന്നവരെന്നെ കേൾക്കുന്നുണ്ട്. ആളറിയാത്ത വിഷയത്തിൽ ആരോപണം ചുമക്കുന്നവരെന്നെ കേൾക്കുന്നുണ്ട്. എനിക്ക് മാത്രം ഇതെന്താന്ന് ചോദിക്കുന്നവരെന്നെ കേൾക്കുന്നുണ്ട്. എന്റെ സത്യം എപ്പോഴാ പുറത്തു വരുന്നതെന്ന് ചോദിക്കുന്നവരെന്നെ കേൾക്കുന്നുണ്ട്. എന്റെ ന്യായവും നീതിയും എവിടെ എന്ന് ചോദിക്കുന്നവരെന്നെ കേൾക്കുന്നുണ്ട്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ വീടുകളിൽ അവർ തെളിയിക്കപ്പെടട്ടെ, ഭവനങ്ങളിൽ അവർ തെളിയിക്കപ്പെടട്ടെ, തലമുറകളുടെ നടുവിൽ അവർ തെളിയിക്കപ്പെടട്ടെ, ചെല്ലുന്ന ഇടത്തവർ തെളിയിക്കപ്പെടട്ടെ, നടന്നു പോകുന്ന ഇടത്തവർ തെളിയിക്കപ്പെടട്ടെ. അവരറിയട്ടെ ഈ ബലഹീനത ക്രിസ്തുവിന്റെ മഹാശക്തി ആവസിപ്പാൻ മുഖാന്തരമായി മാറുകയല്ലാതെ ഈ ബലഹീനത വേറെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ഈ ബലഹീനത കൊണ്ട് എനിക്കൊരു ദോഷം വരാൻ പോകുന്നില്ല. എനിക്കൊരു ദോഷം കരമടിച്ച് യേശുവിനെ സ്തോത്രം ചെയ്തു. ഓരോ വീടുകളിലേക്ക് ഞാനിത് കൽപ്പിക്കുന്നു. ടിവിയിലൂടെ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വീടുകളിലേക്ക് ഞാനിത് കൽപ്പിക്കുന്നു. കുടുംബങ്ങളിലേക്ക് ഇത് കയറട്ടെ, വ്യക്തികളിലേക്ക് ഇത് കയറട്ടെ. അവരുടെ ബലഹീനതയ്ക്കകത്തേക്ക് നിറഞ്ഞു നിൽക്കുന്ന കൃപ. നീ തോൽക്കാൻ ഞാൻ സമ്മതിക്കയില്ല, നീ പരാജയപ്പെടാൻ ഞാൻ സമ്മതിക്കയില്ല എന്ന് പറഞ്ഞ് ഇറങ്ങി നിൽക്കുന്ന അഭിഷേകത്തിനായിട്ട് നന്ദി പറയുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കരമടിച്ചൊന്ന് യേശുവിന് ആരാധന കൊടുക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൂടുതൽ വിവരങ്ങൾക്ക് സന്ദർശിക്കുക www.gracecommunityglobal.com.